എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. നല്ല കിഡിലും ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. പുഡിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലൊന്ന് വെതറിയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ക്യാരമലാക്കി എടുക്കേണ്ടതാണ്. ഇനി നമ്മളിത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. കുറച്ച് സമയം തന്നെ നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പഞ്ചസാര നന്നായിട്ട് ഇതുപോലെ ഉരുകി വരാൻ തുടങ്ങും. ഇതുപോലെ ഉരുകി വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പഞ്ചസാര ക്യാരമലാക്കി എടുക്കുന്ന സമയത്ത് തീ ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടാൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ മതി. ആ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നട്ട്സ് ആണ്. ഞാനൊരു 6 കാഷ്യൂനട്ടും ഒരു 6 ബദാമും ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടല ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് തന്നെയാണ്. ബട്ടർ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുക്കണേ. ഈ ഒരു നട്ട്സും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ നട്ട്സും കൂടി ചേർത്ത് ഈ ഒരു കാരമൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ടൊന്ന് കട്ടിയായി വരും. നമുക്കിത് നല്ലപോലെ തന്നെ പൊടിച്ചിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു പഞ്ചസാരയും ക്യാരമലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ പഞ്ചസാര ഇതിലൊന്ന് വെതറി വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കുറച്ച് സമയം ഇതുപോലെ തന്നെ ഒന്ന് വെച്ചേക്കുക. പഞ്ചസാര നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുകി വരും. ഉരുകി വരുമ്പോഴത്തേക്കും വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മാത്രം ഒരു നുള്ളി ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ തന്നെയാണ് കേട്ടോ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ബട്ടറും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഒന്നെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് കണ്ടില്ല ഈ ഒരു കറക്റ്റ് പരുവായിരിക്കണം കേട്ടോ. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് വീണ്ടും ഇരുന്ന് ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് കട്ടി പോലെ ആയി പോകും. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു സോസ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി അതിൻ്റെ ചൂട് നന്നായിട്ട് കുറയുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് പൊടിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ അടിച്ചടിച്ച് കൊടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു പരിവായിട്ട് നമ്മൾ പൊടിച്ചിട്ടെടുക്കണം. ഒരുപാട് കട്ടി പോലെ ഒരു കഷ്ണങ്ങൾ പോലെ കിടക്കരുത്. ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാതെ ഈ ഒരു പരുവത്തിന് പൊടിഞ്ഞ് കിട്ടുന്ന രീതിക്ക് തന്നെ നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു കാരമൽ സോസ് ആണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ചൂട് പോകണം കേട്ടോ. ആ ഒരു കാരമൽ സോസിൽ നിന്ന് ഒരു 1/4 കപ്പ് എടുത്ത് ഇതുപോലെ വേറൊരു പാത്രത്തിൽ ഞാനൊന്ന് അളന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സോസ് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലൊന്ന് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്.
ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന ക്രീമിന് മധുരം ഇല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിച്ച് വേണമെങ്കിലും ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 1/4 കപ്പ് അളവിൽ ആ ഒരു കാരമൽ സോസ് ഇല്ലേ, ആ ഒരു കാരമൽ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു സോസിൻ്റെ ഒരു ചൂട് നല്ലപോലെ തന്നെ കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഒരു ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 5 പീസ് ബ്രെഡാണ്. ഓരോ ബ്രെഡും എടുത്തിട്ട് അതിൻ്റെ മുരിഞ്ഞിട്ടുള്ള ഒരു 4 വശങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതുപോലെ ഈ ഒരു കാരമൽ സോസ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മുരിഞ്ഞിട്ടുള്ള ഒരു 4 വശങ്ങളും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ ബ്രെഡും എടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഈ ഒരു കാരമലിൻ്റെ ഈ ഒരു സോസിൽ ആ ഒരു ബ്രെഡ് ഒന്ന് മുക്കിയിട്ടെടുക്കുക. 2 സൈഡ് ഇതുപോലെ മുക്കിയിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ ഒരു സോസിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ അടുക്കി ഒന്ന് വെച്ച് കൊടുക്കുക. സൈഡിൽ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കി ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഈ ഒരു സോസിൽ മുക്കിയിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ബ്രെഡ് എല്ലാം തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു നട്ട്സിൻ്റെ കാരമലിൻ്റെ ഒരു മിക്സില്ലേ അത് നന്നായിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിലും കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതിൽ ഞാൻ കുറച്ച് ബ്രെഡ് വെച്ചൊന്ന് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഒരു നട്ട്സിൻ്റെയും കാരമലിൻ്റെ ഒരു മിക്സ് നല്ലപോലെ തന്നെ ഞാൻ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീമില്ലേ ആ ഒരു ക്രീം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ക്രീം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു നട്ട്സിൻ്റെ കാരമലിൻ്റെ ഒരു മിക്സ് ഇതുപോലെ ഈ ഒരു 4 സൈഡിലായിട്ട് നമുക്കിതിലൊന്ന് വെതറിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് കാരമൽ സോസ് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ആ ഒരു കാരമൽ സോസ് വെച്ചിട്ടൊന്ന് ലൈൻ പോലെ വരച്ച് കൊടുക്കാം. ഇനി ഒരു സ്റ്റിക്കോ വല്ലതും എടുത്തിട്ട് ആ ഒരു സ്റ്റിക്ക് കൊണ്ട് പതിയെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. കാരമലിൻ്റെ ഈ ഒരു സോസിന് ഒരുപാട് കട്ടിയില്ലെങ്കിലും ചെറിയതായിട്ടൊന്ന് സ്പ്രെഡ് ആകും, എന്നാൽ അത്യാവശ്യം ഒരു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, വെറുതെ ഒരു കാരമൽ സോസ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി മുകളിൽ കൂടി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറോളം തന്നെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കൊരു പുഡിങ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പുഡിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ. അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാരമൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ഒരു പുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.